പാപിയാണ്, മഹാപാപിയാണ് ഞാൻ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. കർത്താവായ യഹോവേ എന്നോട് ക്ഷമിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവപുത്രൻ മാനവരാശിക്ക് നൽകുവാനിരിക്കുന്ന ശാന്തിയുടെ ആമന്ത്രം സാന്ത്വനത്തിന്റെ കുളിർത്തന്നലായി അയാളുടെ മനസ്സിൽ പതിച്ചു. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ കഥനത്തിന്റെ കണ്ണീരിന്റെ പകയുടെ അത്യാഗ്രഹത്തിന്റെ കഥയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ മുന്തിരിത്തോപ്പ്. തോട്ടം മുന്തിരിത്തോട്ടം, നബോത്തി മുന്തിരിത്തോട്ടം, തോട്ടം മുന്തിരിത്തോട്ടം, നബോത്തി മുന്തിരിത്തോട്ടം, എത്ര മനോഹര തോട്ടം, തോട്ടം നബോത്തി മുന്തിരിത്തോട്ടം, സ്വർണ്ണവർണ്ണമാനു വിരക്കും നബോത്തി മുന്തിരിത്തോട്ടം, തോട്ടം. അത് ഓസ്ട്രേലിയയിലെ തോട്ടമല്ല, അത് പാകിസ്ഥാനിലെയോ പാകിസ്ഥാനിലെയോ അത് ഇസ്രായേലിലെ തോട്ടം. അതെ പ്രിയപ്പെട്ടവരെ, ആ തോട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. എത്ര മനോഹരമായിരിക്കുന്നു ആ മുന്തിരിത്തോട്ടം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളെന്ന് ആരും പറഞ്ഞു പോകും. ഇടതൂർന്ന് പടർന്ന് വളർന്ന് പന്തലിച്ച് കിടക്കുന്ന മുന്തിരി വെളികൾ, കരുത്തിരുണ്ടുരുണ്ട് പഴുത്ത് പാകം വെച്ചിരിക്കുന്ന മുന്തിരിക്കിളകൾ ഞാൻ കിടക്കും. ആ മുന്തിരിത്തോട്ടത്തിന്റെ തൊട്ടതിർവശത്തായി മാനമിട്ട് ഉയർന്നിരിക്കുന്ന ഒരു കൊട്ടാരം, അത് ആഹാബ് രാജാവിന്റെ കൊട്ടാരം. ഒരു സായം സന്ധ്യ, അസ്തമയ സൂര്യൻ കിഴക്കേ ചക്രവാളത്തെ ചെങ്കുപ്പായം അണിയിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാബ് രാജാവ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ മന്ദം മന്ദം ലഭിക്കുകയാണ്. വശ്യസുന്ദരവും നയനമനോഹരമായ ആ മുന്തിരിത്തോപ്പിൽ രാജാവിന്റെ കണ്ണുകൾ ഉടക്കി. രാജാവ് മനസ്സിൽ പറഞ്ഞു, എത്ര മനോഹരമായിരിക്കുന്നു ആ മുന്തിരിത്തോപ്പ്. ആ മുന്തിരിത്തോപ്പിന് മുൻപിൽ എന്റെ മുന്തിരിത്തോപ്പ് ഒന്നുമല്ല. ആ മുന്തിരിത്തോപ്പ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആസ്വദിക്കാമായിരുന്നു. എന്ന് വന്നാലും എനിക്ക് ആസ്വദിക്കണം. എന്ന് വന്നാലും എനിക്ക് ആസ്വദിക്കണം. എന്ന് വന്നാലും എനിക്ക് ആസ്വദിക്കണം. രാജാവ് മറ്റൊന്നും ആലോചിച്ചില്ല. ആരവിടെ? വൃദ്ധൻ ഓച്ഛാനിച്ചുകൊണ്ട് മുന്നിൽ നിന്നു. നമ്മുടെ മുമ്പിൽ ഹാജരാക്കും. ഉത്തരവ് പോലെ വൃദ്ധൻ കടന്നുപോയി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ നാബോത്ത് രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. കടന്നു വരുന്നു. ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക്കായി പുഞ്ചിരിച്ചുകൊണ്ട് രാജാവ് ചോദിച്ചു, നാബോത്ത്, ആ മുന്തിരിത്തോപ്പ് നിന്റേതാണല്ലേ? അതേ രാജാവേ,
അതിന്റെ അത് വളരെ മനോഹരമായിരിക്കുന്നു. അതെനിക്ക് തന്നേക്കൂ. പ്രതിഫലമായി എന്റെ മുന്തിരിത്തോപ്പ് നിനക്ക് ഞാൻ നൽകാം. ഇല്ല പ്രഭു, അത് മാത്രം എന്നോട് ചോദിക്കരുത്. എന്റെ പൂർവികർ എനിക്ക് അവകാശമായി തന്ന മുന്തിരിത്തോപ്പ് അത് ഞാൻ തരില്ല പ്രഭു. അത് മാത്രം എന്നോട് ചോദിക്കരുത്. പൂർവികർ തന്നൊരാ മുന്തിരിത്തോപ്പ് ജീവന്റെ ജീവനാളൻ ചക്രവർത്തി. പൂർവികർ തന്നൊരാ മുന്തിരിത്തോപ്പ് ജീവന്റെ ജീവനാണ് ചക്രവർത്തി. എന്തു വന്നാലും ആരകത്താലും ഇല്ല തരില്ലേ തോട്ടം. എന്തു വന്നാലും ആരകത്താലും ഇല്ല തരില്ലേ തോട്ടം. നീ ഇത് തരില്ലേ? നമ്മോട് ധിക്കാരം പറയുന്നു. ആ ശബ്ദത്തിന് ആകാശത്തിന്റെ ഉയരമുണ്ടായിരുന്നു. എട്ടുകെട്ടിന്റെ കരിങ്കമ്പത്തികളെ ഭേദിക്കുവാനുള്ള കരുത്തുമുണ്ടായിരുന്നു. പോയിക്കൊള്ളൂ. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി മുറിപ്പെട്ട ആത്മാവോടുകൂടി രാജസന്നിധിയിൽ നിന്നും നാബോത്ത് കടന്നുപോയി. അന്ന് രാത്രി ആഹാബ് രാജാവിന് ഉറങ്ങുവാൻ സാധിച്ചില്ല. എങ്ങനെയെങ്കിലും ആ മുന്തിരിത്തോപ്പ് കൈവശമാക്കണം. ആഹാബ് രാജാവ് ദൃഢപ്രതിജ്ഞ എടുത്തു. ദുരാഗ്രഹത്തിന്റെ 1000 നാവുകൾ ആ മനസ്സിൽ കാളിയമർദ്ദനമാടുവാൻ തുടങ്ങി. ആ മനസ്സ് അസ്വസ്ഥമായി. അപ്പോൾ ഇതാ ആശ്വാസത്തിന്റെ കുളിർത്തന്നതുമായി അവൾ കടന്നുപോയി. രാജാവ് അവളെ നോക്കി. എന്നിട്ട് രാജാവ് പാടി, അപ്സരസാണെന്റെ പ്രിയ പത്നി, സൗന്ദര്യം നിറഞ്ഞോ സ്നേഹപൗർണമി. അപ്സരസാണെന്റെ പ്രിയ പത്നി, സൗന്ദര്യം നിറഞ്ഞോ സ്നേഹപൗർണമി. പ്രഭു, അങ്ങേക്ക് എന്ത് സംഭവിച്ചു? ഇന്നലെ വരെ ഈ മുഖത്ത് ദുഃഖത്തെ സന്തോഷത്തിന്റെ പൂർണിമ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്ന് ഈ മുഖത്ത് ആദ്യമായി ദുഃഖത്തിന്റെ കാർമേഘ കാമ്പുകൾ ഞാൻ കാണുന്നു. അങ്ങേക്ക് എന്ത് സംഭവിച്ചു? എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. പ്രീതമേ, പ്രീതമിക്ക് അല്പം ജലദോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊന്നുമില്ല. പറയൂ. കള്ളം, പച്ചക്കള്ളം. വർഷങ്ങളോളം അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊണ്ടതാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. ഞാൻ പറയാം പ്രിയതമേ. ഗത്യന്തരമില്ലാതെ എല്ലാ കാര്യങ്ങളും ആഹാബ് രാജാവ് തന്റെ പ്രിയതമയോട് പങ്കുവെച്ചു. ഒപ്പം നാബോത്തിനെ വധിക്കുവാനുള്ള തന്റെ തീരുമാനവും അറിയിച്ചു. ഇല്ല, പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങേക്കെതിരാവും. പാടില്ല. ഞാനെന്ത് ചെയ്യണം പ്രിയതമേ? ഒരു ഭയമുണ്ട്. നാബോത്ത് രാജാവിനും ദൈവത്തിനുമെതിരായി ദൂഷണം പറഞ്ഞുവെന്ന കള്ളവാർത്ത അങ്ങ് നാടുനീളെ പ്രചരിപ്പിക്കണം. രോക്ഷാകുലരാകുന്ന ജനങ്ങൾ ആ മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊന്നുകൊള്ളും. നിന്റെ ബുദ്ധി സാമർഥ്യത്തിൽ നാം അഭിമാനം കൊള്ളുന്നു പ്രിയതമേ.
നീ എന്റെ ഹൃദയത്തിന് ചേർന്നവർ തന്നെ. നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. രാവേറെ ചിന്തിരിക്കുന്നു, നീ പോയി വിശ്രമിച്ചാലും. അങ്ങനെയാകട്ടെ പ്രഭു. ജസീൽ റാങ്ക് വിശ്രമിക്കാനായി കടന്നുപോയി. നേരം പ്രഭാതമായി. നാബോത്ത് രാജാവിനും യഹോവയ്ക്കുമെതിരായി ദൂഷണം പറഞ്ഞു വന്ന വാർത്ത രാജകിങ്കരന്മാർ കൽപ്പനയായി നാടുനീളെ വിളംബരം ചെയ്തു. കേട്ടവർ മൂക്കത്ത് കൈവച്ച് നാബോത്തിന്റെ കുടിലേക്ക് ഓടുവാൻ തുടങ്ങി. അവനെ കുടിലിൽ നിന്നും പിടിച്ചു വലിച്ച് ജനാവലി വിളിച്ചു പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞു കൊല്ലുക, അവനെ കല്ലെറിയുക. രാജകിങ്കരന്മാർ ഒരു മൃഗത്തെ നോളം അവനെ വലിച്ച് രാജകൊട്ടാരത്തിന്റെ കാൽത്തറക്ക് കെട്ടിയിട്ടു. ശബ്ദ കോലാഹലങ്ങൾ കേട്ട് ഒന്നും അറിയാത്തവനെ പോലെ ആഹാബ് രാജാവ് മട്ടുപ്പാവിൽ നിന്നും താഴേക്ക് വന്നു. ഉച്ചസ്വരത്തിൽ നാബോത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആഹാബ് രാജാവ് പറഞ്ഞു, ഈ നിൽക്കുന്ന ജനങ്ങൾ നിന്നിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ നീ ചെയ്തതാണ്. ഇല്ല പ്രഭു, ഇല്ല. യഹോവയ്ക്കും രാജാവിനും എതിരുമായി ഇന്ന് വരെ എന്റെ നാവൻ ചലിച്ചിട്ടില്ല, ഇനിയൊരു ചലിക്കുമില്ല. നീ പറഞ്ഞത് നാം വിശ്വസിക്കണമെന്നോ? എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, വിധി നടപ്പാക്കുവാനുള്ള അവകാശം നാം നിങ്ങൾക്ക് നൽകുന്നു. ആഹാബ് രാജാവ് കൗശലത്തോടുകൂടി മട്ടുഭാവിലേക്ക് കടന്നുപോയി. ഇരയെ കിട്ടിയ മൃഗത്തെ പോലെ ജനങ്ങൾ ആർത്തു വിളിച്ചു പറഞ്ഞു, അവനെ കൊല്ലുക, ഇവനെ കൊല്ലുക, ഇവനെ കല്ലെറിഞ്ഞു കൊല്ലുക. പാറക്കല്ലുകൾ ഓരോന്നോരോന്നായി നാബോത്തിന്റെ മേൽ പതിക്കുവാൻ തുടങ്ങി. നാബോത്തിന്റെ ശരീരത്തിലെ മാംസ കഷണങ്ങളെയും വഹിച്ചുകൊണ്ട് പാറക്കല്ലുകൾ പാഞ്ഞു. ഒരു കല്ല് അവന്റെ ശിരസിന്റെ ഉച്ചിയിൽ പതിച്ചു. അമ്മേ! വെയിലേറ്റ അമ്പൽത്തണ്ട് പോലെ അവൻ വാടി വീണു. പ്രിയമുള്ളവരെ, അമൂല്യമായി മരിച്ചു. സ്നേഹത്തെ ദീപനാളം അണഞ്ഞു, സ്വാർത്ഥമോഹികൾ പിറന്നു ഭൂവിൽ. സ്നേഹത്തെ ദീപനാളം അണഞ്ഞു, സ്വാർത്ഥമോഹികൾ പിറന്നു ഭൂവിൽ. നിഷ്ഠൂരതയുടെ ബലിക്കല്ലിൽ ചെമ്പനീർപ്പൂ. നിഷ്ഠൂരതയുടെ ബലിക്കല്ലിൽ ചെമ്പനീർപ്പൂ. വഞ്ചനയിലൂടെ, കുടിലതന്ത്രങ്ങളിലൂടെ താൻ സ്വന്തമാക്കിയ മുന്തിരിത്തോപ്പ് ആസ്വദിക്കുവാൻ വേണ്ടി തന്റെ പ്രിയതമയുടെ കരം പിടിച്ചുകൊണ്ട് ആഹാബ് രാജാവ് മുന്തിരിത്തോപ്പിലെത്തി. അപ്പോൾ ആഹ്ലാദചിത്തയായ പട്ടമഹർഷി സ്നേഹപൂർവം ഇങ്ങനെ പാടി: നിങ്ങൾക്കുള്ളങ്ങൾ വേണം ഇവിടെ, രമ്യകർമ്മ്യങ്ങൾ വേണം. നിങ്ങൾക്കുള്ളങ്ങൾ വേണം ഇവിടെ, രമ്യകർമ്മ്യങ്ങൾ വേണം. ദിനവും സായം സന്ധ്യയിൽ ഇവിടെ പ്രിയതമനൊത്തു നടക്കേണം. ദിനവും സായം സന്ധ്യയിൽ ഇവിടെ പ്രിയതമനൊത്തു നടക്കേണം. പ്രിയതമനൊത്തു രമിക്കേണം. അവരങ്ങനെ ആ മുന്തിരിത്തോപ്പിലൂടെ ആസ്വദിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവ്യപ്രകാശം ആഹാബിനെ വലയം ചെയ്തു. ആഹാബ് രാജാവ് അമ്പരന്നു. ഒരു അശരീരി എവിടെ നിന്നോ ഉയർന്നു.
ആഹാബേ, വേദപ്രമാണങ്ങൾ നീ ലംഘിച്ചിരിക്കുന്നു. രാജാവ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല. വീണ്ടും അശരീരി ഉയർന്നു. നീതിമാനായ നാബോത്തിന്റെ രക്തം ഒഴുകിയിറങ്ങിയ അതേ സ്ഥലത്ത് നിന്റെ രക്തം ചിന്തപ്പെടും. അയാൾ പേടിച്ചിറങ്ങ് ചുറ്റും നോക്കി, ഇല്ല, ആരെയും കാണുന്നില്ല. ആഹാബേ, നിന്റെ ശവശരീരത്തിനു വേണ്ടി നായ്ക്കളും നരികളും കടിപിടികൂടും. ഈ ശബ്ദങ്ങൾ അയാൾക്ക് അസഹനീയമായി മാറി. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആഹാബ് രാജാവ് രാജകൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി. ചെങ്കോലും കിരീടവും വലിച്ചെറിഞ്ഞു. പകരം ചാക്കുകൊണ്ടുള്ള ഒരു വസ്ത്രം ധരിച്ചു. അനുതാപാർദ്രനായി മനം തൊന്ന് പശ്ചാത്തപിച്ച് ആഹാബ് രാജാവ് യഹോവയോട് മാപ്പ് പറഞ്ഞു. അനുതപിക്കുന്ന പാപിയായി അത് ആഹാബ് രാജാവ് ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യമായി അമാവാസ്യ രാത്രിയിൽ മിന്നൽ പിണരുകളുടെ അരണ്ട വെളിച്ചത്തിൽ ശവക്കോട്ടയിലെ കല്ലറയ്ക്ക് സമീപം കണ്ട അരോഗദൃഢഗാത്രനായ ആ മധ്യവയസ്കൻ മറ്റാരുമായിരുന്നില്ല. ഞാൻ പാപിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ, എനിക്ക് മാപ്പ് തരൂ എന്നപേക്ഷിച്ച ആഹാബ് രാജാവായിരുന്നു. ആ കല്ലറ നാബോത്തിന്റേതായിരുന്നു. അനുതപിച്ച പാപിയായ ആഹാബ് രാജാവിന്റെ ശിക്ഷ യഹോവ ഇളവ് ചെയ്തു കൊടുത്തു. പശ്ചാത്താപവിവശനായ ആ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നുപോയ വരാനിരിക്കുന്ന രക്ഷകന്റെ സനാതനമായ സന്ദേശം എന്റെ മുളം കാലുകളിൽ തട്ടി ലലലലം പാടി ഇന്നും അന്തരീക്ഷത്തിൽ അലയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കൽപ്പന പ്രിയപ്പെട്ടവരെ, ഈ കഥ ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ തോന്നിയാലും ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ട ആ മുന്തിരിത്തോപ്പല്ല. നിങ്ങൾ കണ്ട ആ മുന്തിരിയല്ല. നിങ്ങൾ കണ്ട ആഹാബ് രാജാവ് ആഹാബല്ല. നിങ്ങൾ കണ്ട നാബോത്തുമല്ല. മറിച്ച് അത് നമ്മൾ ഓരോരുത്തരുമാണ്. പിതാഗ്രഹത്തിന്റെ മുന്തിരിവള്ളികൾ നമ്മളിൽ കാലിയ ബന്ധനമാടുമ്പോൾ നമുക്ക് ഈ കഥയോർക്കാം, ആഹാബ് രാജാവിനെ ഓർക്കാം. ഭൂമാഫിയയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് ഒരു മാസത്തെ മോർഗേജ് അടയ്ക്കാൻ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ കാണുമ്പോൾ നമുക്ക് നാബോത്തിനെ ഓർക്കാം. യഥാർത്ഥമായി അനുഭവിക്കുന്ന പാപിയെ കാണുമ്പോൾ യഹോവയെ പോലെ ഇരു കൈകളും നീട്ടി അവരെ സ്വീകരിക്കാം. കേട്ടത് കഥയല്ല, പറഞ്ഞത് കഥയല്ല, അറിയും പേടിയും അഭിനേതാണല്ലോ. രംഗത്തും അറിയുന്നവരെ പരിചയപ്പെടുത്തട്ടെ. പെറ്റി വായിച്ചത് വിൽസൺ ചക്കാല, നാബോത്ത് ടോമിസൺ സ്വരലയ, രാജ്ഞി നീനു ജോജുഡി, മൂലകഥ ഫാദർ വിൻസെന്റ് പഠിക്കാൻ പറഞ്ഞ സിഎമായി, കാർത്തികൻ ഫാദർ ജെയ്സൺ ബളേരിക്കൽ സിഎമായി, SSLC, PDC, BTS, BTech, MTech and PhD. അത് കിട്ടാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അൽഫോൺസാമിന്റെ തിരുനാളിന്റെ എല്ലാവിധ തിരുനാൾ മംഗളങ്ങളും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ പറയട്ടെ.
നമസ്കാരം.